സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് വഴി ഉണ്ടാകുന്ന രോഗമാണ് PCOD അഥവാ PCOS. സ്ത്രീകളിൽ ആർത്തവാരംഭം മുതൽ ആർത്തവം സ്റ്റോപ്പ് ചെയ്യുന്നതുവരെ ഏത് പ്രായക്കാർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം. ഒവേറിയുടെ ചുറ്റും ചെറിയ കുമിളകൾ പോലെ സിസ്റ്റ് രൂപപ്പെടുന്നതിനെയാണ് PCOD എന്ന് പറയുന്നത്. ഇന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഭക്ഷണരീതി തന്നെയാണ്. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ജങ്ക്സ് ഫുഡ്, ബേക്കറി, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അമിതമായ ഉപയോഗം, കൂടാതെ മാനസിക സമ്മർദ്ദം മുതലായവ ഒക്കെ കാരണങ്ങളാണ്. PCOD ഉള്ളവരിൽ അണ്ടോൽപാദനം കൃത്യസമയത്ത് നടക്കാതെ വരുന്നത് കൊണ്ട് പീരിയഡ്സ് റെഗുലർ ആയിരിക്കില്ല. അതായത് അണ്ടോൽപാദനത്തിനെ സഹായിക്കുന്നതാണ് ഹോർമോൺസ്. ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാ മാസവും ഓവലേഷൻ സംഭവിക്കുന്നത്. ഫീമെയിൽ ഹോർമോൺസ് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും തലച്ചോറിലെ ഹോർമോൺസ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുകയും ചെയ്താലാണ് ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് അമിതമായ രോമ വളർച്ച ഉണ്ടാവുക എന്നത്. കൂടാതെ പെട്ടെന്ന് വണ്ണം വെക്കുകയും ചെയ്യും. വണ്ണം വെച്ചവരിൽ മാത്രം ഇത് കാണണമെന്നില്ല. ഫീമെയിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും മെയിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണത്താൽ പീരിയഡ്സ് കറക്റ്റ് ആവാതിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ആനിമൽ പ്രോട്ടീൻ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ പ്രോട്ടീനിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നൽകുക. ഫ്രൂട്ട്സ് ഉപയോഗിക്കാനും മറക്കരുത്. ഇതിൻ്റെ മറ്റൊരു പ്രധാന കാര്യം PCOS ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതുമൂലം ഷുഗർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുന്നു. കൃത്യസമയത്ത് വേണ്ട പരിചരണം കൊടുത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.